ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ വ അലാ ആലിഹി വ സ്വഹാബിഹി വ അഅ്വാനിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സന്തോഷത്തോടെ റമളാനിലെ ഈ രാപ്പകലുകളിൽ ഉന്നതമായ സ്വഭാവ വിശേഷണങ്ങളെ സ്വീകരിച്ച് നാം റമളാൻ നമ്മുടെ ജീവിതത്തിൻ്റെ വസന്തമാക്കി മുന്നോട്ട് പോവുകയാണ്. കുറേ നല്ല കാര്യങ്ങൾ പഠിച്ച് അതൊക്കെ ശീലമാക്കണമെന്ന പ്രതിജ്ഞ ചെയ്ത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ വസന്തങ്ങളെ നാം പ്രഫുല്ലമാക്കി ജീവിതം ഒരു സുഗന്ധപൂരിതമായ ആഹ്ലാദനിർഭരമായ ഒരവസ്ഥയിലാവണമെന്ന് മോഹിച്ച് ഇബാദത്തുകൾ കൊണ്ടതിനെ ധന്യമാക്കുകയാണ്. നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ശീലങ്ങളിൽ എല്ലാം വളരെ കൃത്യമായ മാറ്റങ്ങൾ റമളാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നു നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകേണ്ട മഹത്വങ്ങൾ, അവരുടെ ശ്രേഷ്ഠതകൾ, അവരോട് പാലിക്കേണ്ട മര്യാദകൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് വിവരിക്കുന്നത്. ജീവിതകാലത്ത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുക എന്നത് ഒരു സൗഭാഗ്യമാണ്. അവരുടെ സ്നേഹം ലഭ്യമാകാൻ, കാരുണ്യം ലഭിക്കാൻ അവസരമുണ്ടാവുന്നത് അല്ലാഹു തമ്പുരാൻ ഭൗതിക ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. അവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും നിരന്തരമായി പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നു. സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നത് ഇങ്ങനെയാണ്: വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി. മാതാവിനോടും പിതാവിനോടും ഗുണപരമായി വർത്തിക്കണം എന്ന് മനുഷ്യസന്തതികളോട് നാം അഭ്യർത്ഥിച്ചിരിക്കുന്നു. അതു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഉമ്മ അവന് വേണ്ടി ചെയ്തു കൊടുത്ത തുല്യതയില്ലാത്ത നേട്ടങ്ങളാണ് അല്ലാഹു തആല പ്രതിപാദിക്കുന്നത്. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. പ്രയാസത്തിനുമേൽ പ്രയാസമായി അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. ഒരു പ്രയാസമല്ല, ഒരു പൂ പോലും ചുമക്കാൻ ഭാരമാവുന്ന ഈ കാലഘട്ടത്തിൽ ഭാരം വർദ്ധിച്ചു വരുന്ന കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നു ഉമ്മ. നാമൊക്കെ എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും, സൗന്ദര്യമുള്ളവരാണെങ്കിലും, മഹിമയും ശ്രേഷ്ഠതയുമുള്ളവരാണെങ്കിലും, നമ്മെ വയറ്റിൽ ചുമന്ന ഉമ്മ നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെ നൊമ്പരങ്ങളുടെ ഉത്തരമാണ് നമ്മളൊക്കെ. വഫിസാലുഹു ഫി ആമൈൻ. ലോകത്തെ ഏറ്റവും ശ്രമകരമായ ഒരു വേദനയാണ്, അസഹനീയമായ ഒരു വേദനയാണ് പ്രസവ വേദന. 20 അസ്ഥികൾ ഒരുമിച്ചൊടിയുമ്പോൾ എത്ര വേദനയുണ്ടാകുമോ അതാണ് പ്രസവ വേദന എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. അത്രയും കൊടിയ വേദന സഹിച്ച് 2 വർഷക്കാലം മുലയൂട്ടുന്നു. ആ വർഷങ്ങൾ മാത്രമല്ല, അത് കഴിഞ്ഞാലും ഇവനെ വളർത്തി സംസാരം പഠിപ്പിച്ച്, തടഞ്ഞു വീഴാതെ നടത്തം പഠിപ്പിച്ച് അവനെ ഒരു മനുഷ്യനാക്കി, ഒരു പുരുഷനാണെങ്കിൽ അങ്ങനെ, ഒരു പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ, സ്ത്രീത്വവും പൗരുഷവും പകർന്നു നൽകുന്നത് ഉമ്മ തന്നെയാണ്. അതിന് സഹായിയായിട്ട് ഉപ്പയും. ആ ഉമ്മാക്കും ഉപ്പാക്കും നീ കാരുണ്യം ചെയ്യണം, നീ നന്ദി ചെയ്യണം. അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ. എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം, നിങ്ങളുടെ മാതാവിനും പിതാവിനും നിങ്ങൾ നന്ദി ചെയ്യണം. ഇലയ്യൽ മസീർ,
നിങ്ങളത് ചെയ്യാൻ മടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. സൂക്ഷ്മതയോടെ ആയിരിക്കണം ഉമ്മയെയും ഉപ്പയെയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അതൊരു ഇബാദത്താണ്, അതൊരു ആരാധനയാണ്. ആ ആരാധന നമ്മൾ നിർവഹിച്ചാൽ മാത്രമേ അള്ളാഹുവിനുള്ള നന്ദിയെ അള്ളാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു തആല അവന് നമ്മൾ എത്ര നന്ദി ചെയ്ത് ഇബാദത്ത് ചെയ്ത് അത് സ്വീകരിക്കണമെങ്കിൽ ഇല്ലാമ ശുക്രി വാലിദൈൻ, മാതാവിൻ്റെയും പിതാവിൻ്റെയും നന്ദി നിർവഹിക്കാത്ത ഒരാളാണ് എങ്കിൽ, അവരോട് നന്ദി ചെയ്യാത്ത ഒരാളാണെങ്കിൽ അള്ളാഹു തആല അവരുടെ ഇബാദത്തുകളെ സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എല്ലാവരും സ്വയം ഏറ്റുവാങ്ങണമെന്നാഗ്രഹിക്കുന്ന ഒരു നേട്ടമാണിത്. അഥവാ ഒരാളും എൻ്റെ മക്കൾ എന്നോട് നന്ദി ചെയ്യരുത് എന്നാഗ്രഹിക്കാറില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ എന്നോട് ഗുണപരമായി വർത്തിക്കണം, എനിക്ക് സേവനങ്ങൾ ചെയ്യണം, എന്നോട് കാരുണ്യം കാണിക്കണം, എന്നോട് സ്നേഹത്തോടുകൂടെ പെരുമാറണം എന്നൊക്കെ തന്നെയാണ്. അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ നേരെ തിരിച്ച് അവൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നൽകിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഏറെ ഗുണപരമായിരിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ബാധ്യതയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിൻ്റെ സമ്മതത്തോടെ, കല്യാണം കഴിച്ചവരാണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ സമ്മതത്തോടെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ അവർ കണ്ടെത്തണം. ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുക്കലേക്ക് പോവുക, അവർക്ക് സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക, അവർക്ക് കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ എന്നാലോചിക്കണം. നമ്മളുടെ മക്കളിൽ നിന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് തിരിച്ചു ചെയ്യുന്നില്ല. ഇതൊരു വിരോധാഭാസമാണെന്ന് മാത്രമല്ല, അല്ലാഹു തആല നമ്മെ പരീക്ഷിക്കാൻ കാരണമാകുന്ന ഒരു കാര്യം കൂടിയാണിത്. ഓർത്തു നോക്കണം, നമ്മൾ ഈ കാലഘട്ടത്തിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും വേദനകൾ ശക്തമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. വളർത്തി വലുതാക്കിയത്, ഗർഭം ചുമന്നത്, അവനെ പഠിപ്പിച്ചത് ഒന്നും ഓർക്കാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. മാതാവിനും പിതാവിനും പ്രായമേറുന്നതാണ് ജീവിതത്തിൽ സ്വർഗം നേടാനുള്ള ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു മുത്താണ്, അതൊരു സൗഭാഗ്യമാണ്. അതിനെ വെറുപ്പോടെ കാണുന്നതാവട്ടെ വൻ പാപവുമാണ്. വാർദ്ധക്യം ഒരിക്കലും പാപമല്ല. വാർദ്ധക്യം എല്ലാവർക്കും വരുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഉമ്മാക്കും ബാപ്പാക്കും വാർദ്ധക്യം വന്നാൽ അതിനെ ഗൗരവത്തോടെയാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്, ഇവർക്ക് ഞാൻ ആവശ്യമായത് ചെയ്തു കൊടുക്കൽ എൻ്റെ ബാധ്യതയാണ്. അതാണെൻ്റെ സ്വർഗം. ഹുമാ ജന്നത്തുക വനാറുക്, അവർ നിൻ്റെ സ്വർഗവും നിൻ്റെ നരകവുമാണെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഖുർആനിൽ സുദീർഘമായ ഒരു വചനത്തിലൂടെയാണ് മാതാവിൻ്റെയും പിതാവിൻ്റെയും വാർദ്ധക്യത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് അല്ലാഹു തആല വിധിച്ചിരിക്കുന്നു. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാവിനും പിതാവിനും ഗുണം ചെയ്യണം എന്നും അല്ലാഹു തആല വിധിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഗുണം ചെയ്യേണ്ടത്, ഏതവസ്ഥയിലാണ് ഗുണം ചെയ്യേണ്ടത് എന്നാണ് തുടർന്നവൻ പറയുന്നത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഒന്നുകിൽ മാതാവോ പിതാവോ അതല്ലെങ്കിൽ അവരിൽ നിന്ന് ഏതെങ്കിലും ഒരാളോ വാർദ്ധക്യത്തിൽ നിനക്കെത്തിക്കുവാൻ കഴിഞ്ഞാൽ, വാർദ്ധക്യം വൃദ്ധരായി അവർ നിൻ്റെ അടുക്കലായാൽ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് നീ ചേ എന്നുപോലും പറയരുത്. അറബി ഭാഷയിൽ ഉഫ് എന്ന പദത്തിന്, അത് അറബികൾ സാധാരണ അവരുടെ ശരീരത്തിൽ വല്ല പൊടിയോ ചെളിയോ വന്നിരുന്നാൽ അത് ഊതിക്കളയുന്ന ഒരു ശബ്ദമാണ് എന്നാണ്. നിസാരമായ ഒരു ശബ്ദം കൊണ്ടുപോലും നീ ഒരിക്കലും ഉമ്മയെയും ബാപ്പയെയും വേദനിപ്പിക്കരുത് എന്നാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്നത്. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരെ നീ വെറുപ്പിക്കരുത്. ചിലപ്പോൾ വാപ്പ കാഷ്ടിക്കും, ഉമ്മ കാഷ്ടിക്കും, അത് നീ വെറുപ്പോടെയല്ല സമീപിക്കേണ്ടത്. വലാ തൻഹറുഹുമാ, അവരെ നീ വെറുക്കരുത്, വെറുപ്പിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നീ അവരോട് സ്നേഹമസൃണമായ വർത്തമാനം പറയണം. കാരുണ്യത്തോടുകൂടെ നീ അവരോട് പെരുമാറണം. കാഷ്ടിച്ചാലും മൂത്രിച്ചാലും
അത് വൃത്തിയാക്കാൻ നീ ഇബാദത്താണിത് എന്ന ബോധം സ്വീകരിക്കണം. ഇത് പടച്ച തമ്പുരാൻ എന്നെ സ്വർഗത്തിലെത്തിക്കുവാനുള്ള കാരണമാണ് എന്ന ചിന്ത നിനക്കുണ്ടാകണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ നിങ്ങൾ ഉമ്മാക്കും ബാപ്പാക്കും താഴ്ത്തിയിട്ട് കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഒരിക്കലും തുല്യതയില്ലാത്ത, നിനക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും വലിയ നേട്ടങ്ങൾ നിനക്ക് നൽകിയത് നിൻ്റെ മാതാവും പിതാവുമാണ് എന്നത് കാരണത്താൽ അള്ളാഹുവേ, എന്നെ ചെറുപ്പത്തിൽ കാരുണ്യത്തോടുകൂടെ നോക്കിയതുപോലെ, എനിക്ക് കാരുണ്യം ചെയ്തതുപോലെ നീ അവർക്കും കാരുണ്യം ചെയ്യണമേ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്യുകയും ചെയ്യണം എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഒരുത്തൻ നശിച്ചു പോകട്ടെ, ഒരുത്തൻ നശിച്ചു പോകട്ടെ, ഒരുത്തൻ നശിച്ചു പോകട്ടെ 3 തവണ പ്രവാചകർ പറഞ്ഞു. മൻ യാ റസൂലല്ലാ, ആരാണിങ്ങനെ നശിച്ചു പോകേണ്ടയാൾ? പ്രവാചകർ അതിന് മറുപടി പറഞ്ഞു, മൻ അദ്റക അബവൈഹി ഇൻദൽ കിബരി, ആരെങ്കിലും വാർദ്ധക്യത്തിൽ തൻ്റെ മാതാവിനെയും പിതാവിനെയും എത്തിച്ചു, ഒന്നുകിൽ ഒരാളെ അല്ലെങ്കിൽ 2 പേരെയും എത്തിച്ചു, എന്നിട്ടവൻ സ്വർഗത്തിൽ കടന്നില്ല, അഥവാ അവർക്ക് സേവനം ചെയ്തില്ല, അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തില്ല, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്തില്ല, അവർക്ക് കഞ്ഞി വെച്ച് കൊടുത്തില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാവിനെയും പിതാവിനെയും രൂക്ഷമായി നോക്കുന്നതിനെ പോലും വിമർശിച്ചിട്ടുണ്ട്. ഒരിക്കലും അവരെ രൂക്ഷമായിട്ടൊന്നും നോക്കുക പോലും ചെയ്യരുത്. നമ്മുടെ വർത്തമാനം കാരണമായിട്ട് നമ്മൾ അവരെ കരയിക്കരുത്. മാതാവിൻ്റെ കണ്ണീര് ഭൂമിയുടെ ശാപമാണ്. അവരുടെ കണ്ണീര് നിങ്ങളുടെ വർത്തമാനം കാരണം ഭൂമിയിൽ വീണാൽ പിന്നെ നിങ്ങൾക്ക് ഇരുലോകത്തും രക്ഷയില്ല. നിങ്ങളെ അവർ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അവർ കാരുണ്യത്തോടുകൂടെ നോക്കി പോറ്റി വളർത്തിയിട്ടുണ്ട് എങ്കിൽ തിരിച്ച് അത് ചെയ്യാൻ നമുക്ക് കഴിയില്ല എങ്കിലും അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ഭാര്യയ്ക്ക് എത്ര വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഓരോ പെരുന്നാളിനും ഓരോ പുതിയ കല്യാണങ്ങൾക്കും നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും നമ്മൾ ഇഷ്ടമുള്ളത് മുഴുവൻ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഉമ്മാക്ക് ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുത്തോ? വാപ്പാക്ക് ആവശ്യമായിട്ട് എന്തെല്ലാം ആവശ്യമുണ്ടോ എന്നെന്തെങ്കിലും നമ്മൾ ചോദിച്ചോ? മാതാവിനെയും പിതാവിനെയും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും സംരക്ഷിക്കലും അവരെ പരിരക്ഷിക്കലും മക്കളായ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. എല്ലാ സൽക്കർമ്മങ്ങളെക്കാളും പുണ്യമായിട്ടാണ് പ്രവാചകർ ഇത് പഠിപ്പിച്ചത്. ഒരു സ്വഹാബി നബിയോട് വന്ന് ഉബായിഉക അലൽ ഹിജ്റത്തി വൽ ജിഹാദ്, അങ്ങയോടുകൂടെ പലായനം ചെയ്യുവാനും ഹിജ്റ പോരുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പ്രവാചകർ തിരുമേനി ആ മനുഷ്യനോട് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ വൃദ്ധരായ മാതാവും പിതാവുമുണ്ടോ? അതേ, ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫഫീഹിമ ഫജാഹിദ്, എങ്കിൽ നീ അവരുടെ അടുക്കലേക്ക് തിരിച്ചു പോയിട്ട് അവരെ സംരക്ഷിച്ച് അവരെ നോക്കിയിട്ട് നീ ജിഹാദ് ചെയ്യണം എന്നാണ് പ്രവാചകർ പഠിപ്പിച്ചത്. അവരുടെ ദുആക്ക് വലിയ ഉത്തരമാണ്. നന്നായിട്ടവർ അനുകൂലമായിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താലും അതിനുത്തരമുണ്ട്, അതല്ല മോശമായിട്ട് ദുആ ചെയ്താലും അതിനുത്തരമുണ്ട്. ചരിത്രം നമ്മെ വല്ലാതെ അത് പഠിപ്പിക്കുന്നുണ്ട്. മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥനകളുടെ ഉത്തരം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് തൻ്റെ മാതാവിന് വേണ്ടി ദുആ ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. കരഞ്ഞുകൊണ്ട് നബി തിരുമേനി ദുആ ചെയ്യുമ്പോൾ സ്വഹാബികളൊക്കെ ആമീൻ പറയുന്നു. കഴിഞ്ഞതിന് ശേഷം സ്വഹാബികൾ നബിയോട് ചോദിച്ചു, നബിയെ, ഇതാരുടെ ഖബറിടമാണ്? ഹാദാ ഖബറു ഉമ്മി ആമിന, ഇതെൻ്റെ ഉമ്മയുടെ ഖബറിടമാണ്. പ്രവാചകർക്ക് മുല നൽകിയ സ്ത്രീ ഉണ്ടായിരുന്നു, ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹ. അവരെപ്പോലും നബി സ്വന്തം ഉമ്മയായിട്ട് കണ്ടിരുന്നു. വൃദ്ധയായ അവർ പ്രവാചകരുടെ അടുക്കൽ വന്നപ്പോൾ തൻ്റെ തൊട്ടടുക്കൽ ഇരുത്തി. അവരുടെ ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനെ തൻ്റെ കൂടെ ഇരുത്തി. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മകൻ വന്നപ്പോൾ ആ മകനെയും തൻ്റെ തട്ടം അഴിച്ച് ആ തട്ടത്തിൽ ഇരുത്തിയെന്ന് കാണാം. തൻ്റെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുത്തിയ നബിയുടേത് വലിയ മാതൃക തന്നെയാണ്. പ്രവാചകർ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച, നബിയെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാമനുഷ്യനാണ് ഉവൈസുൽ ഖർനി എന്നയാൾ. നബി തിരുമേനി ആ മഹാമനുഷ്യൻ്റെ മഹത്വങ്ങൾ ചരിത്രത്തിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സംസാരത്തിലൂടെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട്, ഉവൈസുൽ ഖർനി എന്ന ഒരാൾ വരാനുണ്ട്, ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, ദുആ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും നിങ്ങൾ ആവശ്യപ്പെടണം. ഉവൈസുൽ ഖർനിയുടെ ഈ മഹത്വങ്ങൾക്കെല്ലാം കാരണം
നബിയെ വന്ന് കാണാതിരിക്കാൻ പോലുമുള്ള കാരണം തൻ്റെ ഉമ്മയായിരുന്നു. ഉമ്മക്ക് സേവനം ചെയ്യലായിരുന്നു ഉവൈസുൽ ഖർണിയുടെ ലക്ഷ്യം. ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യലായിരുന്നു ഉവൈസുൽ ഖർണിയുടെ ലക്ഷ്യം. ആ ഉമ്മയെയും ബാപ്പയെയും മര്യാദപൂർണമായ സമീപനങ്ങളോടുകൂടെ നാം അവരോടുള്ള പെരുമാറ്റങ്ങൾ നടത്തുക. അവരുടെ ഓരോ ആവശ്യങ്ങളും നിറവേറ്റുവാൻ നാം എല്ലാവരും ശുഷ്കാന്തിയോടുകൂടെ പെരുമാറുക. പ്രത്യേകിച്ച് ചെറിയ പ്രായം മുതൽ നമ്മൾ ഉമ്മയും ബാപ്പയും നമ്മുടെ ജീവിതകാലത്ത് മരിക്കുകയാണെന്നത് വരെ ഒരിക്കൽ പോലും നമ്മളുടെ വാക്കുകൊണ്ടോ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ ഒരിക്കലും അവരെ നമ്മൾ വേദനിപ്പിക്കരുത്. അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ അതാഅ റജുലു ഇംറഅതഹു, ഒരു വ്യക്തി തൻ്റെ ഭാര്യയ്ക്ക് വഴിപ്പെടുന്നു, വ അക്ക ഉമ്മഹു, ഉമ്മയോട് മോശമായിട്ട് പെരുമാറുന്നു. ഭാര്യ പറയുന്നത് കേൾക്കുന്നു, അതാണ് വേദവാക്യം. അവൾ ആവശ്യപ്പെടുന്നത് മുഴുവൻ കൊടുക്കുന്നു. ഉമ്മയെ സംബന്ധിച്ച് അവൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവളുടെ ഭാഗത്ത് നിൽക്കുന്നു, വീട് മാറിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഉമ്മയെ കാണാതിരിക്കുന്നത്, ഉമ്മയെ വെറുക്കുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. വ അക്ക ഉമ്മഹു വ അദ്നാ സുദീഖഹു വ ജഫാ അബാ, പിതാവിനെ അകറ്റുന്നു, കൂട്ടുകാരെ അടുപ്പിക്കുന്നു. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ്. അത് നമ്മിലൂടെ ഉണ്ടാകരുത്, നമ്മിലൂടെ അത് സംഭവിക്കരുത്. ഉമ്മയും ബാപ്പയും വീടിൻ്റെ വിളക്കുകളായി സദാ നമ്മുടെ കൂടെ ഉണ്ടാവണം. നമുക്ക് സ്വർഗം വേണ്ടേ? അവരുടെ കാൽ കീഴിൽ നമ്മൾ സേവനങ്ങൾ സമർപ്പിക്കണം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിൻ്റെ കാലടി കീഴിലാണ് സ്വർഗം എന്നാണല്ലോ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൂടെ, പ്രത്യേകിച്ച് നമ്മളൊക്കെ ആരോഗ്യമുള്ളവരാകുന്ന സമയത്ത് അവരുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, നമ്മൾ അനാരോഗ്യമുള്ള ആളുകളാകുമ്പോൾ അവരുടെ ആരോഗ്യം നമുക്ക് വേണ്ടി അവർ ചെലവഴിച്ചു എങ്കിൽ പകരമായി നന്ദിയുടെ ചെറിയ ഒരു ഭാഗം അവർക്ക് നൽകുവാൻ നമുക്ക് സാധ്യമായാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. റമദാൻ മാസമാണ്. അവരുടെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുക. മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് നിനക്ക് അല്ലാഹു തആല കൂലി നൽകുന്ന ഒരു കാര്യമാണെന്നാണല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിട്ടുള്ളത്. ഈ സംസാരം കേൾക്കുന്നവർ മാതാവിനെയും പിതാവിനെയും സ്നേഹത്തിൻ്റെ സ്വരൂപങ്ങളായി മനസ്സിൽ കാണുവാൻ തയ്യാറാകണം. പ്രത്യേകിച്ച് അവരടുത്തില്ലാത്തവരാണെങ്കിൽ അവരെ ഒന്ന് പോയി കാണാൻ, അവർക്ക് ഒരു സന്തോഷം പറയാൻ, അവരോട് സ്നേഹത്തോടു കൂടെ പെരുമാറാൻ, അവർക്കെന്തെങ്കിലും സമ്മാനങ്ങൾ നൽകാൻ നിങ്ങൾ സമയം കണ്ടെത്തിയാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. അത് ജീവിതത്തിൻ്റെ സൗഭാഗ്യമായിരിക്കും. ഈ റമളാനിൻ്റെ അനുഗ്രഹീതമായ രാപ്പകലുകൾ മാതാവിനോടും പിതാവിനോടുമുള്ള കാരുണ്യം കൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗലോകത്തേക്ക് എത്തിപ്പെടുന്നവരിൽ നമ്മെ അവൻ ചേർക്കണം. അതിന് നമ്മൾ മാതാവിനോടും ഉമ്മയോടും ഉപ്പയോടും സ്നേഹത്തിൻ്റെ സ്പർശവുമായിട്ട് സമീപിക്കണം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.